ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കറിയും കപ്പയുമാണ്. അപ്പം നമുക്ക് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അടുപ്പിലേക്ക് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. ഇതെൻ്റെ അമ്മമ്മയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പാത്രമാണ്. ഇവിടെയൊക്കെ ഉരുളി എന്ന് പറയും. അതിലേക്ക് നമുക്കിതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് വെള്ളം തോർന്ന് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി മൂടി വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിൽ കിടന്ന് വേവണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അടുപ്പിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ബീഫെന്നല്ല, എന്ത് സാധനമായാലും. അതുകൊണ്ട് ഇന്ന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അച്ഛൻ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഹെൽപ്പ് മീൻസ് അച്ഛൻ ഇങ്ങനെ തീയൊക്കെ ഒന്ന് നീക്കി വെച്ച് തരാനും അങ്ങനെയൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടണമെന്നൊന്നുമില്ല, നമ്മളൊന്ന് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് ബീഫ് കറി ഉണ്ടാക്കണം. ചിക്കൻ കറിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടു. പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് വന്ന് നമ്മുടെ ബീഫും ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കുക. പിന്നെ ഞാൻ മസാലപ്പൊടി ഇട്ടു, ഗരം മസാല അത് ഇട്ട്. അല്ലാതെ ബീഫ് മസാല അങ്ങനത്തെ ഒന്നും ഇടില്ല, അതൊന്നും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് അതിനുശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കണമായിരുന്നു. മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് നമുക്ക് എങ്ങനെയാണ് പാകത്തിന് വേണ്ടത് അത്രയും മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. മൂപ്പിച്ച് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഞാൻ നമ്മുടെ ബീഫ് കറിയിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന്, നമുക്കറിയാമല്ലോ അതിൻ്റെ തിക്നെസ്സിൽ ഒന്ന് എടുക്കുക. എനിക്ക് എന്ത് സാധനം എൻ്റെ അച്ഛൻ വീട്ടിലാണെങ്കിൽ അച്ഛൻ ടേസ്റ്റ് നോക്കിയാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. അങ്ങനെ അച്ഛൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇതാ അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കുരുമുളക് അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പിലുണ്ടാക്കിയ ബീഫ് കറി. ബീഫ് കറിയും കപ്പയുമാണ്. അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ പൊളിക്കുകയല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.